പാകിസ്ഥാൻ എന്ന രാജ്യം നുണയന്മാരുടെയും ചതിയന്മാരുടെയും രാജ്യമായി കഴിഞ്ഞു. അതിർത്തിയിലെ സംഘർഷം കുറയ്ക്കുവാനായി വെടിനിർത്തലിന് രണ്ട് രാജ്യങ്ങളുടെയും സേനാതലവന്മാർ ഇന്നലെ സമ്മതം മൂളിയ ശേഷം രാത്രി 8:30 പാകിസ്ഥാൻ വീണ്ടും അതിർത്തിയിൽ ആക്രമണം അഴിച്ചുവിട്ടു. നിരവധി ഡ്രോണുകളാണ് പാകിസ്ഥാനിൽ നിന്നും ശ്രീനഗറിലേക്കും ഉധംപൂരിലേക്കും വന്നത്. ഇന്ത്യൻ സേനയ്ക്ക് പാകിസ്ഥാൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ ജാഗ്രത കുറവ് കാണിച്ചില്ല. പാകിസ്ഥാൻ്റെ ഒരൊറ്റ ഡ്രോണിനെയും ഭൂമിയിലെത്തിക്കാൻ അവർ സമ്മതിച്ചില്ല. മികച്ച ആകാശ പ്രതിരോധ സംവിധാനമുള്ള ഇന്ത്യ എല്ലാ ഡ്രോണുകളെയും ആകാശത്ത് വച്ച് തന്നെ നശിപ്പിച്ചു കളഞ്ഞു. പിന്നീട് ഇന്ത്യയുടെ ഊഴമായിരുന്നു. വെറുതെ ഇരുന്ന തങ്ങളെ ആക്രമിച്ച പാകിസ്ഥാനെ ഇന്ത്യ വെറുതെ വിട്ടില്ല. കനത്ത മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാന് വൻ നാശനഷ്ടമാണ് ഇന്ത്യ ഇന്നലെ രാത്രി വരുത്തിവെച്ചത്. സമാധാനത്തിൻ്റെ കൈകൾ ഇന്ത്യ പാകിസ്ഥാന് നേരെ നീട്ടുമ്പോൾ ചതിയുടെ വാരിക്കുഴി ഒരുക്കുവാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. ലോകരാജ്യങ്ങൾക്കിടയിലെ തല്ലുകൊള്ളിയാണ് പാകിസ്ഥാൻ എന്ന തീവ്രവാദി രാജ്യം. പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച എല്ലാ ജവാന്മാർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.